തടിയൻ മോഹനന്റെ വീട് ലക്ഷ്യമാക്കി പോയ പോലീസ് സംഘം ചുറ്റിക്കറങ്ങി തടിയൻ മോഹനന്റെ ഭാര്യയുടെ കുടുംബ വീടിന് മുന്നിലുള്ള മറ്റൊരു വീട്ടിലെത്തി. അങ്ങനെ എത്തുന്ന വിധത്തിലാണ് തട്ടുകടക്കാരൻ പോറ്റി വഴി പറഞ്ഞു കൊടുത്തത്. ആ സമയം കൊണ്ട് തട്ടുകടക്കാരൻ പറഞ്ഞയച്ച യുവാവ് മോഹനന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയും മോഹനൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ പോലീസ് സംഘം തങ്ങൾ എത്തിച്ചേർന്നത് തടിയൻ മോഹനന്റെ വീടാണെന്ന ധാരണയിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി. ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനോട് "നീയാണോ മോഹനൻ" എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിക്കയറുകയും പിടിച്ചുകൊണ്ടു പോകുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പൊടുന്നനെ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി തന്നെ ചോദ്യം ചെയ്യുന്നവർ ആരാണെന്ന് വീടിനുള്ളിലെ ഗൃഹനാഥന് വ്യക്തമാകാത്തതിനാൽ "അതിനെന്തു വേണം? ഞാൻ തന്നെയാണ് മോഹനൻ, നീയൊക്കെ ആരടാ, ഇറങ്ങട എന്റെ വീട്ടിൽ നിന്നും" എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാളും തിരിച്ചു ആവേശത്തിൽ പ്രതികരിച്ചു. അതോടെ വന്നവർ ഉറപ്പിച്ചു ഇതു തന്നെയാണ് തടിയൻ മോഹനൻ. ഉടൻ തന്നെ പുറത്തുണ്ടായിരുന്ന മറ്റു പോലീസുകാരുടെ സഹായത്തോടെ അയാളെ മർദ്ദിച്ച് അവശനാക്കി ജീപ്പിനുള്ളിൽ കയറ്റി. ഗൃഹനാഥനെ പോലീസുകാർ ജീപ്പിനുള്ളിൽ കയറ്റുമ്പോൾ അദ്ദേഹത്തെ എന്തിനാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ അയാളുടെ ഭാര്യ നിലവിളിക്കുകയായിരുന്നു. നിലവിളിയിൽ നാട്ടുകാർ ഓടിക്കൂടി. അവരിൽ ചിലർ ജീപ്പ് തടഞ്ഞു. എന്നാൽ തങ്ങൾ പോലീസുകാർ ആണെന്നറിയിച്ചതോടെ നാട്ടുകാർ പതിയെ പിൻവലിഞ്ഞു. തടിയൻ മോഹനെ തിരക്കി വന്ന പോലീസ് ഒടുവിൽ മോഹനന്റെ അപരനുമായി സ്റ്റേഷനിലെത്തി. അങ്ങനെ കിഴക്കൻ മലയോര പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ തലവനെ കീഴ്പ്പെടുത്തിയ മട്ടിൽ സബ് ഇൻസ്പെക്ടർ മോഹനൻ വിജയഭാവത്തോടെ മീശ പിരിക്കുമ്പോഴാണ് ഒരു സംശയം മോഹനന്റെ അപരനെ കൊണ്ടുവന്ന പോലീസുകാർ ഇൻസ്പെക്ടറെ അറിയിക്കുന്നത്. മോഹനെ ജീപ്പിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജീപ്പ് തടയാനെത്തിയ ചിലർ പറഞ്ഞത് ശരിയാണെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നത് തടിയൻ മോഹനെയല്ല, ആളുമാറി തങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വന്ന ആൾ അയാൾ ഒരു പട്ടാളക്കാരനാണ്. ഇത് കേട്ട് ഇൻസ്പെക്ടർ മോഹനൻ ഞെട്ടി. അപ്പോൾ ഈ തടിയൻ മോഹനെവിടെ? പട്ടാളക്കാരൻ ഒരു സുരേന്ദ്രനെയാണ് തടിയൻ മോഹനു പകരം അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയ SI മോഹനൻ ഒന്ന് ഞെട്ടിയെങ്കിലും തങ്ങൾക്ക് പറ്റിയ അബദ്ധം ന്യായീകരിക്കാനായിരുന്നു പിന്നീടുള്ള അയാളുടെ ശ്രമങ്ങൾ. തങ്ങളെ ആക്രമിച്ച പേരിലും തടിയൻ മോഹനൻ എന്ന പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ച പഴയ പാർട്ടി പ്രവർത്തകനായും ചിത്രീകരിച്ചുകൊണ്ട് പട്ടാളക്കാരൻ സുരേന്ദ്രനെതിരെ അവർ കേസെടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ല. ചവിട്ടിയത് മൂർഖൻ പാമ്പിനെയാണെന്ന് നന്നായി അറിയാവുന്ന SI മോഹന് ഇനി ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഭരണകർത്താക്കളെ പ്രീണിപ്പിക്കണം. അതിനായി എങ്ങനെയെങ്കിലും തടിയൻ മോഹനെ അറസ്റ്റ് ചെയ്യണം. അതിനായി അയാൾ കരുതലോടെ അടുത്ത കരുക്കൾ നീക്കാൻ തുടങ്ങി. ചിതറയിൽ ആ സമയം പട്ടാളക്കാരൻ സുരേന്ദ്രന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ചർച്ചയായി. പോലീസുകാർ ആളുമാറി മറ്റൊരാളെ വീട്ടിൽ കയറി തല്ലി അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന വാർത്ത നാട്ടുകാരെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ തടിയൻ മോഹനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ല എന്ന് കരുതിയ തടിയൻ മോഹന്റെ പാർട്ടി പ്രവർത്തകർ അയാളെ നേരിട്ട് കോടതിയിൽ എത്തിച്ചു ജാമ്യമെടുത്താൽ മതിയെന്നുള്ള തീരുമാനത്തിലുമെത്തി. മാത്രമല്ല ആളുമാറി മറ്റൊരാളെ മർദ്ദിക്കുകയും പ്രതി ചേർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്തുവാൻ അവർ തീരുമാനിച്ചു. ചിതറ സംഭവം ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം കാണുക യൂട്യൂബിൽ കഥാമൂവി എന്ന ചാനലിലൂടെ.